നമസ്കാരം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഞാൻ എത്തിയത് ഭഗവാന്റെ നിശ്ചയമാവാനാണ് സാധ്യത. കാരണം ഗുരുവായൂരിൽ മണ്ണ് വീണ്ടെടുക്കണം. ആ മണ്ണ് വീണ്ടെടുക്കുക എന്ന് പറയുമ്പം 7 നൂറ്റാണ്ടായി അയോധ്യ വീണ്ടെടുക്കാൻ കഴിയാതെ ഇപ്പോൾ വീണ്ടെടുത്തു. അയോധ്യ വീണ്ടെടുക്കാൻ 7 നൂറ്റാണ്ടിൻ്റെ സമരം ഉണ്ടായി. ധർമ്മയുദ്ധമായിരുന്നു. നരേന്ദ്രമോദി അത് വീണ്ടെടുത്തു. തെക്കേ ഇന്ത്യയിലെ അയോധ്യയാണ് പരിപാവനമായ ഗുരുപവനപുരിയിലെ ഈ ഗുരുവായൂർ ക്ഷേത്രം. പക്ഷേ എന്തേ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇത്ര അവഗണന? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വരുന്നവരാണ്. അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും BJP കേന്ദ്ര ഗവൺമെന്റിനോട് ചെയ്ത റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പോലും ആ വാഹന പാർക്കിങ്ങിൽ പണം മേടിക്കുകയാണ്. പണം മാത്രം മതി ഇടതു വലത് ദേവസ്വം ബോർഡുകൾക്ക്, ഇടതു വലത് ഭരണങ്ങൾക്ക്. ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കേണ്ട ദേവസ്വം ബോർഡ് അവരെ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് അവരുടെ താല്പര്യം. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും ഭഗവാന്റെ ആ തിരുനടയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭഗവാന്റെ ഇച്ഛയായിരിക്കും ഈ മണ്ണ് ഭഗവാന്റെ മണ്ണ് പിടിച്ചെടുക്കണം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ സമൂഹത്തിലും ഏത് സമൂഹത്തിലും ആ സമൂഹത്തെ സ്വാധീനിക്കുന്ന നിയന്ത്രിക്കുന്ന അവിഭാജ്യമായ ഘടകവുമായി ബന്ധപ്പെട്ടതായിരിക്കും അവിടെ വരേണ്ടതായ ഭരണ സംവിധാനം. കെ കരുണാകരൻ കേരളത്തിൻ്റെ ഈ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തൃശ്ശൂരിൻ്റെ കളക്ടർ ഒരു ഹിന്ദു ആവണമെന്ന് പറഞ്ഞു. കെ കരുണാകരൻ പറഞ്ഞപ്പോൾ ആരും അത് വർഗീയതയാന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തോട് ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു ആവണം കളക്ടർ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഞാൻ അതേ ഉന്നയിക്കപ്പെട്ടതൊരു ചോദ്യം. കഴിഞ്ഞ 50 വർഷമായി, അരനൂറ്റാണ്ട് 50 വർഷമായിട്ട് എന്തേ ഈ ഗുരുവായൂർ ക്ഷേത്രം, അന്തർദേശീയ തലത്തിലുള്ള ഈ ക്ഷേത്രം നിലനിൽക്കുന്ന ഈ ഗുരുവായൂർ മണ്ഡലത്തിന് എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടാവുന്നില്ല? ഈ ചോദ്യം ഞാൻ ചോദിക്കും. ഇത് വർഗീയതയാണ്, ഇത് മതമാണ്. ഇതിലെന്ത് മതം? ഇതിൽ മതമൊന്നുമില്ല. ഒരു ഹിന്ദു MLA സ്വാഭാവികമല്ലേ? ഒരു ഹിന്ദു MLA സ്വാഭാവികമാണ്. ആ ഹിന്ദു MLA എന്തുകൊണ്ടാണ് ഈ ഗുരുവായൂരിൽ ഇവര് മത്സരത്തിന് നിർത്താത്തത് എന്ന് മാത്രമല്ല, ഗുരുവായൂരിലെ പ്രസിദ്ധരായിട്ടുള്ള പല നേതാക്കന്മാരും വെളിയിൽ പോയി മത്സരിക്കുക, ഗുരുവായൂർ മത്സരിക്കില്ല. ഗുരുവായൂരിലേക്ക് വരുമ്പോൾ അവര് മതം നോക്കിയിട്ടേ ആളുകളെ നിർത്താറുള്ളൂ. മതം നോക്കി നിർത്തുന്നു തെരഞ്ഞെടുപ്പിൽ. അതാണ് വർഗീയത. മതം നോക്കിയിട്ടല്ലല്ലോ നിൽക്കേണ്ടത്. പക്ഷെ ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഇത് മതമാണ്, മതമാണ്, മതമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, മുഖമുദ്ര എന്ന് പറയുന്നവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് 50 വർഷമായിട്ട് ഒരു ഹിന്ദു MLA ഇല്ലാത്ത ഈ ക്ഷേത്രഭൂമിയിൽ, ഹിന്ദു സമൂഹം ഭൂരിപക്ഷമായ ഈ ക്ഷേത്രഭൂമിയിൽ ഒരു ഹിന്ദു MLA ഉണ്ടാവണം. ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ അതാവാം, ഗുരുവായൂർ ഭക്തജനങ്ങളുടെ ഇച്ഛയും അങ്ങനെ ആവാം. അതുകൊണ്ട് ആ ഇച്ഛയാണ് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത്. ഇത് വർഗീയതയല്ല. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എനിക്കെതിരെ കേസ് കൊടുക്കുന്നവർക്ക് കൊടുക്കാം, എന്നെ നിശബ്ദരാക്കാൻ കഴിയില്ല. സത്യമായി ഞാൻ തുറന്നു പറയും. ഞാൻ ആർക്കും എതിരല്ലല്ലോ. ഞാൻ ഇടതുപക്ഷക്കാരോട് വലതുപക്ഷക്കാരോട് പറയുന്നത്, നിങ്ങളൊരു ഹിന്ദു MLA ഇവിടെ കൊണ്ടുവരാനല്ലേ, നിങ്ങളുടെ പാർട്ടിയിലെ ഒരു ഹിന്ദു MLA ഇവിടെ കൊണ്ട് നിർത്ത് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, ഈ ഗുരുവായൂർ മണ്ഡലത്തിലെ ഭക്തജനങ്ങൾക്ക് ഒരു ഹിന്ദു MLA വേണമെന്ന ആഗ്രഹം ഉണ്ട്. ആ ആഗ്രഹത്തിൻ്റെ സബലീകരണം ഉണ്ടാവണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2 MLA മത്സരിക്കുന്നുണ്ടല്ലോ. ഗുരുവായൂരിൻ്റെ നടയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് ഈ ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ട്, ഈ ക്ഷേത്രത്തിന്റെ ബിംബത്തിൽ വിശ്വാസമുണ്ടെന്ന് ഈ 2 പേർക്ക് പറയാൻ പറ്റുമോ? നിലവിളക്ക് കത്തിക്കുന്നത് പോലും ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർ അവരാണിവിടെ. ബിംബാരാധന മിത്താണെന്ന് പറയുന്നവർ, അവരുടെ പരമ്പരയാണ് ഇവിടെ ഉള്ളത്. അവരുടെ ആളുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് ഗുരുവായൂരിന് ചേർന്നതല്ല. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചെയ്യപ്പെടാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല,
ഗുരുവായൂരിലെ വികസന കാര്യങ്ങളുണ്ട്. ഗുരുവായൂരമ്പലം വികസിച്ചാൽ ഗുരുവായൂരമ്പലത്തിന്റെ വികസനമാണ് ഗുരുവായൂരിന്റെ വികസനം. ഇവിടെ കുടിവെള്ളം ഉണ്ടോ? ഇല്ല. ഉപ്പുവെള്ളം കയറുന്നില്ലേ? ഓവ്. റോഡ് ശരിയാണോ? അല്ല. വാഹന സൗകര്യം ഉണ്ടോ? ഇല്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ കള്ളന്മാരുടെയും അല്ലെങ്കിൽ നാട്ടിൽ ദ്രോഹം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ക്രമസമാധാന നില എന്താ? കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ വലിയ മാരകമായ ചില കാര്യങ്ങൾ പറയാം. ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന ഈ പരിപാവനമായ ഈ സാകേതത്തിന്റെ ചുറ്റുപാടിൽ ലഹരി വല്ലാതെ കയറിക്കൊണ്ടിരിക്കുക. ബോധപൂർവമാണ് അതെല്ലാം. ഇതൊന്നും തടയാൻ ആർക്കും താല്പര്യമില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം ധർമ്മയുദ്ധമാണ്. ഇത് തെരഞ്ഞെടുപ്പ് യുദ്ധമല്ല, ധർമ്മയുദ്ധമാണ്. ആ ധർമ്മയുദ്ധത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് എല്ലാം ഈ നാട്ടിലെ ഗുരുവായൂരിനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.